ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഷാലോം ടെലിവിഷനിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ വചനം ശ്രവിച്ച് അനുഗ്രഹവും സൗഖ്യവും പ്രാപിക്കുന്നു. ഈ ടി വിയിലൂടെ വരുന്ന വചനങ്ങൾ ദൈവവചനമാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. വചനമാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുക. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വചനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ദൈവം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അത് അനുഗ്രഹം പ്രാപിക്കാനും പാപം ക്ഷമിച്ചു കിട്ടാനും ദൈവം നമുക്ക് തരുന്ന ഒരു വചനമാണ്. ഒരു വ്യവസ്ഥയോടുകൂടി ദൈവം സംസാരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും: മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. ഇപ്പം മറ്റുള്ളവരോട് നാം ക്ഷമിച്ചാൽ ദൈവം നമ്മോട് ക്ഷമിക്കും. മറ്റുള്ളവരോട് നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവം നമ്മളോടും ക്ഷമിക്കുകയില്ല. ഇതുതന്നെയാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെപ്പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തിന്? പ്രിയപ്പെട്ട ദൈവമക്കളെ, മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗങ്ങളായി തീർന്നിരിക്കുന്നവർക്ക് പാപമോചനത്തിന് വേണ്ടുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം എന്ന കൂദാശ. നാം ചെയ്ത പാപം എത്ര മാരക പാപമാണ് എങ്കിലും വൈദികനോട് പാപത്തെ വെറുത്തുപേക്ഷിച്ച് അത് ഏറ്റുപറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സഭ എനിക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നിൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ പുരോഹിതനോട് നാം ഏറ്റുപറയുന്ന സകല പാപങ്ങളും ദൈവം ക്ഷമിക്കുകയാണ്. ഇപ്പോൾ കുമ്പസാരക്കൂട്ടിലാണ് നാം പാപം ഏറ്റുപറയുന്നത്. പാപം ഏറ്റുപറഞ്ഞ് ദൈവം എൻ്റെ പാപം ക്ഷമിച്ചു എന്ന് വളരെ സന്തോഷത്തോടെ നാം ഇറങ്ങി വരികയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ തൊട്ട് അയൽവക്കംകാരനോട് നാം സംസാരിക്കുന്നില്ലെങ്കിലോ? ചെയ്ത പാപങ്ങളൊക്കെ നാം ഏറ്റുപറയുകയും കുമ്പസാരിക്കുകയും ചെയ്തു. പക്ഷെ ആരെങ്കിലുമായിട്ട് നമ്മൾ രമ്യതയിലല്ലെങ്കിലോ ആ കുമ്പസാരമല്ലാതായി തീരുകയാണ്. ക്ഷമിക്കാത്ത കുമ്പസാരക്കൂടിനെ സമീപിക്കുന്നത് കൊണ്ട്, ക്ഷമിക്കാതെ നാം കുമ്പസാരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കാരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആ വിരോധം അവസാനിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായ അർത്ഥം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നത് തന്നെയാണ്. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ക്ഷമിക്കുക, സ്നേഹിക്കുക. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾ പറയാറില്ല, ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുകയാണെന്ന്. എന്ന് പറഞ്ഞാൽ ക്ഷമയ്ക്ക് ഒരു അതിർവരമ്പ് വെച്ചിരിക്കുകയാണ്. ക്ഷമയ്ക്ക് ഒരിക്കലും അതിർവരമ്പുകളില്ല. എത്രമാത്രം എനിക്ക് സ്നേഹിക്കാൻ പറ്റുമോ അത്രമാത്രം എനിക്ക് സ്നേഹത്തിൽ വളരാനായിട്ട് പറ്റുക.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ദ്രോഹം നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്നുവെങ്കിൽ, ഒരു പ്രതികാര മനോഭാവമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ, എങ്ങനെയാണ് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക? എങ്ങനെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും? ഞാനൊരു സാക്ഷ്യം പറഞ്ഞത് കേട്ടത് ഓർക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അദ്ദേഹം തൻ്റെ അനുജനെ ഏറെ സ്നേഹിച്ചിരുന്നു. അനുജൻ്റെ ഭാര്യയുടെ വീട്ടിലേക്ക് അനുജൻ ഒരു ദിവസം പോയതാണ്. അളിയന്മാരൊക്കെ മദ്യപിക്കുന്ന ആളുകളാണ്. പത്രത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇത്. ഒരു ദിവസം അളിയന്മാരോട് ചേർന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാക്കുതർക്കമുണ്ടായി. അനുജനെ അവർ ഒരു ഇരുമ്പ് കട്ടി കൊണ്ട് അടിച്ചു കൊന്നു. അവസാനം അവരവിടെ ഒരു തോട്ടിൽ ഈ അനിയനെ ഇട്ടു. വെള്ളം കുടിച്ച് മരിച്ചതാണെന്ന് വാർത്തയും പ്രചരിപ്പിച്ചു. എന്നാൽ സംഭവിച്ച കാര്യം, ഈ ചേട്ടന് അനുജനെ കൊന്ന അവരെ കൊല്ലണം എന്നുള്ള ദേഷ്യമാണുള്ളത്. അനുജന് ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. ഈ പിള്ളേരെ കാണുമ്പോൾ പ്രതികാരം ചെയ്തില്ലെങ്കിൽ ദൈവം തന്നോട് ചോദിക്കും എന്നൊരു ചിന്തയാണ് ഉള്ളിൽ കിടക്കുന്നത്. അത്രമാത്രം ദേഷ്യമാണ്. ഈ അനുജനാണെങ്കിൽ അല്ലെങ്കിൽ ജ്യേഷ്ഠനാണെങ്കിൽ അത്യാവശ്യം പ്രാർത്ഥനാരൂപിയുള്ളയാളാണ്, പള്ളിയിൽ പോകുന്നയാളാണ്, പള്ളിയുമായി ബന്ധമുണ്ട്. അനുജനും പ്രാർത്ഥനയോട് താല്പര്യക്കുറവൊന്നുമില്ല. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അനുജനെ കൊന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച് ഒരു കത്തിയുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ കത്തിയുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മ പറഞ്ഞു, നീ കൊല്ലാൻ വേണ്ടി പോവുകയല്ലേ? എൻ്റെ മോനെ, നീ എന്നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലും നീ പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഇറങ്ങിപ്പോകാറുള്ളത്. നീ പ്രതികാരം ചെയ്യാനായിട്ട് പോകുമ്പോഴും നീ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതാണ് നല്ലത് എന്ന് അമ്മ പറഞ്ഞു. അമ്മ വളരെ സ്നേഹത്തോടെ പറഞ്ഞൊരു വാക്കാണ്. അമ്മ അർത്ഥം വെച്ച് തന്നെയാണ് മകനെ പറഞ്ഞു വിട്ടത് പ്രാർത്ഥനാ മുറിയിലേക്ക്. അവൻ ആ കത്തിയും പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ ചെന്ന്, എൻ്റെ അനുജനെ കൊന്നവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഈ ജ്യേഷ്ഠൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകുകയാണ്, പ്രതികാരം നിങ്ങൾ ചെയ്യരുത്, പ്രതികാരം നിങ്ങൾ ചെയ്യരുത്. ഒരു സ്വരം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മുഴങ്ങുകയാണ്. തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കത്തി, കൊല്ലാനായിട്ടെടുത്ത കത്തി ആ പ്രാർത്ഥനാ മുറിയിൽ വെച്ചിട്ട് ഒരു ക്രൂശിത രൂപം കയ്യിലെടുത്ത് അതും പിടിച്ച് ഈ ജ്യേഷ്ഠൻ പുറത്തേക്കിറങ്ങി. അനുജൻ്റെ അളിയന്മാരുടെ അടുക്കിലേക്കാണ് യാത്ര. അവിടെ ചെന്നത് അളിയന്മാർ കത്തിയുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. നീ എന്നേലും പ്രതികാരം ചെയ്യാൻ വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഇവൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഞാൻ പ്രതികാരം ചെയ്യാനൊന്നും വന്നതല്ല. എനിക്ക് നിങ്ങളെ കൊല്ലണമെന്നും നിങ്ങളെ ഇല്ലാതാക്കണമെന്നും നിങ്ങളുടെ കുടുംബം നശിപ്പിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കത്തിയും എടുത്തിറങ്ങിയപ്പോൾ എൻ്റെ അമ്മയാ എന്നോട് പറഞ്ഞത് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിക്കാൻ മുറിക്കകത്ത് കയറിയപ്പോൾ നിങ്ങളോട് ക്ഷമിക്കണം എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ അനുജനോ ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹം നിങ്ങൾക്കെതിരായി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കത്തിയും വാക്കത്തിയുമായിട്ട് നിന്ന അളിയന്മാരെല്ലാം ആ കത്തിയും വാക്കത്തിയൊക്കെ താഴത്തോട്ടിട്ടു. വന്നിട്ട് അരികിലേക്ക് വന്നു. ഈ ക്രൂശിത രൂപം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ സഹോദരൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മദ്യപാനം കൊണ്ട് ഞങ്ങൾക്ക് സംഭവിച്ച ഒരബദ്ധമായത്, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയൊരു കാര്യമാണ്. ഷാപ്പിലിരുന്ന് അല്പം കുടിച്ച് ഞങ്ങളുടെ വാക്കുകൾ അല്പം കൂടിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കണം. മാപ്പ് അർഹിക്കുന്ന കാര്യമൊന്നുമല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്നത്, എങ്കിലും ഞങ്ങൾക്കതല്ലേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ചെയ്തത്. ഈ ലോകത്തിൻ്റെ ചിന്തയനുസരിച്ച് പ്രതികാരം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അനുജനെ കൊന്നവനെ വേണമെങ്കിൽ കൊല്ലാനായിട്ട് പറ്റും. എന്നാൽ ബൈബിള് പറയുന്ന കാര്യം എന്താണ്? സുഭാഷിതം 24-ാം അധ്യായം 29-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്, എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവരോടും പ്രവർത്തിക്കും, അവർ ചെയ്തതിന് ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത്. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, എന്നോട് പ്രവർത്തിച്ചതുപോലെ ഞാൻ അവരോട് പ്രവർത്തിക്കും, അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ പകരം ചെയ്യും എന്ന് നീ പറയരുത്.
നീ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ, വേർതിരിക്കപ്പെട്ട വ്യക്തിയാ, മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാ, നീ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. ജീവിതാന്ത്യം ഓർത്ത് ശത്രുതയെ അവസാനിപ്പിക്കുക എന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ജീവിതാന്തം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് എന്തുറപ്പാണ് ഉള്ളത്? എറണാകുളത്ത് ഒരു പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ വചനം ഞാൻ പറയുകയാണ്, ജീവിതാന്ത്യം ഓർത്ത് ശത്രുതയെ അവസാനിപ്പിക്കുക. നാളെ ജീവിച്ചിരിക്കുമെന്ന് എന്താ പ്രിയരെ നമുക്കുറപ്പ്? ഒരു മനുഷ്യനെ, രോഗിയായിരിക്കുന്ന ഒരാളെ എടുത്തുകൊണ്ട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അയാൾക്ക് ഉള്ളിൽ ഭയങ്കര വെറുപ്പാണ്. അയൽവക്കത്തുള്ള ഒരാളോടാണ് വെറുപ്പ്, പ്രതികാര ചിന്തയാണ് ഉള്ളിലുള്ളത്. ഇയാൾക്കും ആരോഗ്യമില്ല, മക്കളെ കൊണ്ടെങ്കിലും പ്രതികാരം ചെയ്യിപ്പിക്കണമെന്നോർത്തായിരിക്കുന്നത്. ഇയാൾ ധ്യാനത്തിന് വന്ന് അയാളങ്ങ് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് അയാൾ വീട്ടിലെത്തിയില്ല. ആ രാത്രിയിൽ ആ മനുഷ്യൻ മരിച്ചു പ്രിയരെ. എല്ലാവരും ക്ഷമിച്ച്, പിറ്റേ ദിവസം ആ കൺവെൻഷൻ്റെ കുമ്പസാരം നടക്കുന്നത്. പക്ഷേ ആ രാത്രിയിൽ ആ മനുഷ്യൻ മരിച്ചു. ക്ഷമിക്കണമെന്ന് തീരുമാനമെടുത്തപ്പോൾ തന്നെ ദൈവാനുഗ്രഹം ഒഴുകി വന്നു. ക്ഷമിക്കാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ ദൈവം ഹൃദയത്തിലേക്ക് വന്നു. അയാൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. അയാൾ കുമ്പസാരിച്ചില്ല എങ്കിൽ പോലും അനുതാപം അയാൾക്കുണ്ടെങ്കിൽ സ്വർഗം അയാൾക്ക് ഉറപ്പാണ്. തീർച്ചയായിട്ടും അയാൾക്ക് സ്വർഗം കിട്ടും, യാതൊരു സംശയവുമില്ല. കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം അതാണ്. എനിക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിച്ചാൽ അവന് സ്വർഗം ഉറപ്പാണ്. അത് നേറ്റു പറയാൻ തയ്യാറായാൽ സ്വർഗം ആ വ്യക്തിക്ക് ലഭിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം, മരണസമയത്ത് പോലും പ്രതികാരം വെച്ചുകൊണ്ട്, ഉള്ളിൽ വെറുപ്പ് വെച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ആ വ്യക്തി സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ പറ്റിയല്ല. കാരണം ദൈവം സ്നേഹമാണ്, വെറുപ്പ് ചെകുത്താനാണ്. ഈ വെറുപ്പ് ഉള്ള വ്യക്തി, ക്ഷമിക്കാത്ത വ്യക്തിയുടെ പ്രാർത്ഥന പോലും കർത്താവ് കേൾക്കുകയില്ല. ബൈബിളിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും, നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്കാരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ ക്ഷമിക്കുക, എന്നാൽ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ക്ഷമിക്കും. അപ്പം ക്ഷമിക്കാത്ത വ്യക്തിയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വെറുപ്പ് കിടപ്പുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അത് തമ്പുരാന് കൊടുക്കണം. ഞാൻ ഓർക്കുകയാണ്, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ടീച്ചർ രോഗിയായി കിടക്കുകയാണ്. ആ ടീച്ചറിൻ്റെ മകള് എന്നെ പ്രാർത്ഥിക്കാൻ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്. ഞാൻ ആ വീട്ടിൽ ചെന്നു പ്രാർത്ഥിക്കാനായിട്ട്. ഈ ടീച്ചർ ആരോഗ്യത്തോടെ നടന്ന കാലത്ത് ടീച്ചർ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിലും ആരും സ്പർശിക്കാൻ പാടില്ല. ടീച്ചർ കിടക്കുന്ന മുറിയിൽ ആരും കയറാൻ പാടില്ല. ടീച്ചർ ഉപയോഗിക്കുന്നതൊന്നും വേറെ ആരും സ്പർശിക്കുന്നത് പോലും ടീച്ചറിന് ഇഷ്ടമല്ല. ഒരു പ്രത്യേക സ്വഭാവമാണ് ടീച്ചറിനുള്ളത്. എന്തായാലും ഈ ടീച്ചറിനോട് അവസാന വാക്കുകൾ എന്നതുപോലെ വ്യക്തമായിട്ടൊന്നും സംസാരിക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും പ്രിയപ്പെട്ടവരെ, ആ ടീച്ചറിനോട് സംസാരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ചില ടീച്ചേഴ്സിനോടാണ് ഈ ടീച്ചറിന് വിരോധമുള്ളത്. ഞാൻ പറഞ്ഞ, ടീച്ചറിന് ഇത്രയും പ്രായമായി, 84 വയസ്സ് പ്രായമുണ്ടെന്ന്, മരിക്കാതെ കിടക്കുകയാണ്. ഈ മകൾ വന്നിട്ട് എന്നോട് പറഞ്ഞത്, ബ്രദർ പ്രാർത്ഥിച്ചാൽ പലരും മരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ബ്രദറിനോടൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരണമെന്ന് പറഞ്ഞത്. എന്തായാലും പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചാൽ മരിക്കുന്നതല്ല, ശരീരം, മനസ്സ്, ആത്മാവ് ഈ ത്രിവിധ മേഖലകളിൽ സൗഖ്യം നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് മരണം എന്ന സൗഖ്യം നൽകുന്നതാണ്. മരിക്കാൻ വേണ്ടി ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമില്ല. ശരീരം, മനസ്സ്, ആത്മാവ് ഈ ത്രിവിധ മേഖലകളിൽ സൗഖ്യം നൽകണമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം മരണം പോലും ഒരു സൗഖ്യമാണ്. അങ്ങനെ ഈ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, ഈ അമ്മച്ചിയുടെ മനസ്സിൽ, അതായത് ടീച്ചറിൻ്റെ മനസ്സിൽ കുറച്ച് ദേഷ്യവും വിഷമവും ഒക്കെ കിടപ്പുണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കണം. ക്ഷമിക്കില്ല എന്ന് മിണ്ടാനൊന്നും പറ്റത്തില്ല, എന്നാലും തലയൊക്കെ ആട്ടി പറഞ്ഞു ക്ഷമിക്കുകയില്ല എന്ന്. അവസാനം ക്ഷമിക്കാനായിട്ട് സമ്മതിച്ചു കഴിഞ്ഞപ്പോഴേക്കും 2 കണ്ണിലൂടെയും കണ്ണീരൊഴുകുകയാണ്. ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീട്ടിലെത്തുന്നതിന് മുമ്പ് 2 പേര് വന്നിട്ട് പറയുകയാണ്, ആ ടീച്ചർ മരിച്ചു എന്ന്. ആ ടീച്ചറിൻ്റെ മകള് വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, ഞങ്ങൾ അമ്മയുടെ കിടപ്പ് കണ്ട് വളരെയേറെ സങ്കടപ്പെടുകയായിരുന്നുവെന്ന്. ഒന്നോർത്ത് നോക്കൂ, സ്വന്തം മക്കൾ സങ്കടപ്പെടുന്നു, കുടുംബത്തിലുള്ളവർ ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഭാരമായി തീരാനുള്ള കാരണം എന്താണ്? മറ്റുള്ളവർക്ക് പ്രയാസമുള്ളതായി തീരാനുള്ള കാരണം എന്താണ്?
നമ്മുടെ ഉള്ളിൽ വെറുപ്പ് നിറഞ്ഞതാണ് എങ്കിൽ മറ്റുള്ളവർക്ക് പോലും നമ്മളോട് വിരോധമായിരിക്കുകയില്ലേ? സുഭാഷിതം 16:7 നാം ഇങ്ങനെ വായിക്കും. സുഭാഷിതം 16:7 നാം ഇങ്ങനെ വായിക്കും: ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമായി തീരുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ആ വചനം ഒന്ന് നേരെ തിരിച്ചു പറഞ്ഞാലോ, ഒരുവൻ്റെ വഴികൾ ദൈവത്തിന് അപ്രീതികരമായി തീർന്നാൽ മിത്രങ്ങൾ പോലും ശത്രുക്കളായിത്തീരും. അപ്പോൾ ഒരുവൻ്റെ വഴികൾ കർത്താവിന് പ്രീതികരമാകുമ്പോൾ ശത്രുക്കൾ പോലും ഇണങ്ങിക്കഴിയുന്നു. ഇപ്പം ദൈവത്തിന് പ്രീതികരമായ ഒരു വഴിയാണ് നാം തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിൽ ശത്രുക്കളൊക്കെ മിത്രങ്ങളായിത്തീരും. എന്നാൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഒരു വഴിയാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, മിത്രങ്ങൾ പോലും ശത്രുക്കളായി മാറും. എന്തുകൊണ്ട് അവർ ശത്രുക്കളാകുന്നു എന്നോർത്തിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എപ്രകാരമാണ് എന്ന് നാം കണ്ടെത്തണം. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടെന്ന് കരുതുക, ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടെന്ന് കരുതുക. അങ്ങനെയുള്ളൊരു വ്യക്തി ബലി അർപ്പിച്ചിട്ട് പോലും കാര്യമില്ല. ബലി അർപ്പിക്കാനായിട്ട് ബലിപീഠത്തിലേക്ക് ചെന്ന് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? നീ ബലിയർപ്പിക്കാൻ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 5:23, നീ ബലിയർപ്പിക്കാൻ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വയ്ക്കുക, എന്നിട്ട് സഹോദരനുമായി രമ്യപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കാനാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ നമ്മുടെ ബലിയർപ്പണം കൊണ്ട് പോലും കാര്യമില്ല. ബലിയർപ്പിക്കണോ? ഒരു കാര്യം ഓർക്കുക, രമ്യപ്പെടാനായിട്ട് തയ്യാറാവുക. എന്നാലേ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി ഇടപെടുകയുള്ളൂ. മാത്രമല്ല, ക്ഷമിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായത്തിൽ എസ്തപ്പാനോസിനെ കല്ലെറിയുന്ന അവസരത്തിൽ എസ്തപ്പാനോസ് തന്നെ ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എസ്തപ്പാനോസിന് കല്ലേറ് കൊള്ളുമ്പോൾ എസ്തപ്പാനോസ് സ്വർഗത്തിലേക്ക് നോക്കുകയാണ്. അപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലത് ഭാഗത്ത് ഈശോ എഴുന്നേറ്റ് നിൽക്കുന്നതും എസ്തപ്പാനോസ് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ആരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ, മുറിപ്പെടുത്തുമ്പോൾ നാം സ്വർഗത്തിലേക്കാണ് നോക്കേണ്ടത്. സ്വർഗത്തിലേക്ക് നോക്കിയാൽ സ്വർഗം തുറന്നിരിക്കുന്നതും ഈശോ നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ തെറ്റ് നാം ക്ഷമിച്ചാൽ ദൈവം നമ്മളോട് ക്ഷമിക്കും. മറ്റുള്ളവരെ നമ്മൾ അനുഗ്രഹിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് വെറുപ്പിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ ഒരു ജീവിതം നാം ഒരിക്കലും നയിക്കരുത് എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ പോലും കർത്താവേ, മറ്റുള്ളവരുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവരുടെ തെറ്റ് ക്ഷമിക്കാതെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? എങ്ങനെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്? ക്ഷമിക്കുന്നത് വഴി നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 43-44 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ്. 5-ാം അധ്യായം 44. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യകുലം പാപം ചെയ്തപ്പോൾ ദൈവ മക്കളുടെ സ്ഥാനം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയതാണ്. ഈ നഷ്ടപ്പെട്ടു പോയ ദൈവ മക്കളുടെ സ്ഥാനം നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഗാഗുൽത്തായിലെ ക്ഷമയുടെ പ്രാർത്ഥന വഴിയാണ്. ഈശോ കുരിശിൽ കിടന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ശതാധിപൻ ഇങ്ങനെ പറയുകയാണ്, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. അത്ഭുതം കണ്ടിട്ടല്ല, അടയാളങ്ങൾ കണ്ടിട്ടല്ല, രോഗശാന്തി കണ്ടിട്ടല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ലൂക്കായുടെ സുവിശേഷം 23:34, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, അവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ശതാധിപൻ യേശുവിനെ നോക്കി ദൈവപുത്രനായിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ എനിക്കും നിങ്ങൾക്കും ദൈവപുത്രനും ദൈവപുത്രിയൊക്കെ ആയിട്ട് മാറാം. അങ്ങനെ മാറാനുള്ള വഴി ക്ഷമ മാത്രമാണ്. ക്ഷമിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി രൂപാന്തരപ്പെടുകയാണ്. ദൈവത്തിൻ്റെ അതേ സ്വഭാവം നമുക്ക് ലഭിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു വച്ചിരിക്കുന്നത് നമ്മൾ കാണും. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന നാമം തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. അതാണ് ദൈവം, ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നാം മറക്കരുത്. ആ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മളും ആയിരങ്ങളോട് ക്ഷമിച്ച് കരുണ കാണിക്കുന്നവരായി മാറും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ നമ്മളോട് പെരുമാറുകയായിരുന്നുവെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായി മുന്നോട്ട് പോയേനെ. ഒരിക്കലും അങ്ങനെ പെരുമാറണം എന്ന നിർബന്ധമൊന്നുമില്ല. ഒരുപക്ഷെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ പോലും ശത്രുക്കളായി മാറാം. മത്തായിയുടെ സുവിശേഷം 10:34 സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ തയ്യാറാകുമ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവരും അത് അനുകൂലിക്കണം എന്ന് നിർബന്ധമില്ല. ഒരിക്കൽ ഒരപ്പൻ, മദ്യപാനിയായ അപ്പൻ മരണക്കിടക്കയിൽ കിടക്കുകയാണ്. 4 മക്കളുണ്ട്. ഒരു മകൻ ഗൾഫിലാണ്. 3 മക്കളോടും അപ്പൻ പറഞ്ഞു, എനിക്ക് ഒരു പെക്ക് മദ്യം വേണം. ഇവരാരും വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പൻ്റെ അവസാനത്തെ ആഗ്രഹമല്ലേ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പലരും പറഞ്ഞു. അവസാനം പ്രിയപ്പെട്ടവരെ, ഗൾഫിലായിരുന്ന മകൻ വന്നപ്പോൾ 2-3 കുപ്പി മദ്യവും കൊണ്ടാണ് വന്നത്. അപ്പന് മദ്യമാണ് ആവശ്യമെങ്കിൽ അത് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ്സിനകത്തേക്ക് പകർന്ന് ആ അപ്പന് കൊടുത്തു. ആ മദ്യം സ്വീകരിച്ചിട്ട് അപ്പൻ പറയുക, നീയാ എൻ്റെ പൊന്നോമന മകൻ എന്ന് പറഞ്ഞ് ആ അപ്പൻ മരിക്കുകയാണ് ചെയ്യുന്നത്. ആ മകനും കൂടെ മദ്യം കൊടുക്കാതിരുന്നുവെങ്കിൽ മദ്യം കഴിക്കാതെ ആ അപ്പൻ സ്വർഗത്തിൽ പോവുകയില്ലായിരുന്നു. എനിക്ക് 4 മക്കളുണ്ടായിട്ട് അവരാരും എനിക്ക് മദ്യം തന്നില്ലല്ലോ ദൈവമേ എന്ന് വിളിച്ചെങ്കിലും സ്വർഗത്തിൽ പോവുകയില്ലായിരുന്നു. ഇതിപ്പോഴാ മകനും കൂടെ മദ്യം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. വാസ്തവത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ബാക്കി 3 പേരോടും വിരോധമാണ്. അപ്പോൾ ചില ശത്രുക്കൾ നമുക്കുണ്ടാകാം. ഇപ്പോൾ ഒരു പെൺകുട്ടി, ഒരു ചെറുപ്പക്കാരൻ പാപത്തിന് പ്രേരിപ്പിക്കുന്നു. പാപത്തിനെ സമ്മതിക്കുന്നില്ലെങ്കിൽ അവൻ അതും ഇതൊക്കെ പറഞ്ഞു നടക്കുകയല്ലേ, അതൊരു ശത്രുവല്ലേ അത്. പക്ഷെ അവനെ സ്നേഹിക്കണം. സാത്താനാണ് അവനെ ബന്ധിച്ചിരിക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയണം. അതുകൊണ്ട് അവനോട് മാപ്പ് പറയാനോ അവൻ്റെ അടുക്കിലേക്ക് പോകാനോ ബന്ധം സ്ഥാപിക്കാനോ ഒന്നും ശ്രമിക്കരുത്. മനസ്സുകൊണ്ട് അവനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക, മനസ്സുകൊണ്ട് തമ്പുരാൻ്റെ പക്കലേക്ക് ഉയർത്തുക. അപ്പോൾ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിപ്പോൾ ഇത്രയും സമയം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങൾ പ്രതികാരം ഉള്ളിൽ സൂക്ഷിക്കരുത്. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവൻ്റെ പാപം ക്ഷമിക്കുകയില്ല. നമ്മുടെ പാപം ദൈവം ക്ഷമിക്കണമെങ്കിൽ നാം ക്ഷമിക്കാൻ തയ്യാറാകണം. എല്ലാവരോടും ക്ഷമിക്കണം. ദൈവത്തോട് ക്ഷമിക്കണം, പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കണം, സുഹൃത്തുക്കളോട് ക്ഷമിക്കണം, നമ്മളെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കണം, നമ്മുടെ സൽപ്പേര് നശിപ്പിച്ചവരോട് ക്ഷമിക്കണം, നമ്മുടെ ചാരിത്രം കവർന്നെടുത്തവരോട് ക്ഷമിക്കണം. എല്ലാവരോടും നാം ക്ഷമിക്കണം. ക്ഷമിക്കാതെ ദൈവാനുഗ്രഹം നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല പ്രിയരെ. നീ ക്ഷമിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. നീ ക്ഷമിച്ചാൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നീ ക്ഷമിച്ചാൽ നിൻ്റെ ബലി ദൈവം സ്വീകരിക്കും. നീ ക്ഷമിച്ചാൽ നിൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടും. നീ ക്ഷമിച്ചാൽ നീ ദൈവ മകനായി മകളായി മാറും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഒഴുകി വരുവാൻ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവായ യേശുവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട മക്കളെല്ലാം നിൻ്റെ കൃപ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സിലുള്ള വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം എല്ലാം നീങ്ങിപ്പോകട്ടെ. ക്ഷമിച്ച് പ്രാർത്ഥിക്കുവാൻ, ക്ഷമ കൊടുക്കുവാൻ, മറ്റുള്ളവരെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കുവാനുള്ള വലിയ ശക്തിയും കൃപയും അഭിഷേകവും ഈ ജനത്തിന് നൽകണമേ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.